ദൈവവചനത്തിൽ നിന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യവും അവസാന അധ്യായം അവസാന വാക്യം 28-ാം അധ്യായത്തിന്റെ അവസാന വാക്യം ഇവിടെ വായിക്കും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ വചനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് തിരുവചനത്തെ പ്രകാശിപ്പിച്ച് ഒരു വ്യക്തിയെയും കുടുംബത്തെയും സഭയെയും ദേശങ്ങളെയും സംഭവങ്ങളെയും വിവേചിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശു ക്രിസ്തു വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം, വാഗ്ദത്തങ്ങളുടെ നിവൃത്തി മത്തായി സുവിശേഷത്തിൽ നിന്ന് ഇന്ന് രാത്രി അതിവിടെ സംസാരിക്കുകയാണ്. തുടങ്ങുന്നത് മത്തായി സുവിശേഷത്തോടൊക്കെ ഇങ്ങനെയാണ്. യേശുക്രിസ്തുവിന്റെ വംശാവലി, ബിബ്ലോസ് ജനസിയോസ് യേസൂസ് ക്രിസ്റ്റോ പുസ്തകം, തലമുറകളുടെ യേശുക്രിസ്തുവിന്റെ ഗ്രീക്ക് ഭാഷയിൽ അടുത്ത് ദാവീദിന്റെ പുത്രനും അബ്രഹാമിന്റെ പുത്രനും, മലയാളത്തിൽ ആദ്യം അബ്രഹാമിന്റെ പുത്രൻ എന്നാണ്, പക്ഷേ മത്തായി എഴുതിയത് ദാവീദിന്റെ പുത്രൻ, അത് കഴിഞ്ഞാണ് അബ്രഹാമിന്റെ പുത്രൻ. പഴയ നിയമം മുഴുവൻ കാത്തിരുന്ന ഒരു വാഗ്ദത്ത സന്തതിയുണ്ട്. യെശയ്യാവ് അവനെ കുറിച്ച് പറഞ്ഞതാണ് ഇവിടെ വായിച്ച വാക്യം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പ്രവാചകൻ അത് പ്രവചിക്കുന്നത് മറ്റൊരു വാഗ്ദാനത്തിന്റെ വിശദീകരണമാണ്. മനുഷ്യനു ദൈവം മശികയെ വാഗ്ദാനം ചെയ്തത് ഏദൻ തോട്ടത്തിലാണ്. മനുഷ്യൻ പാപത്തിൽ വീണുപോയപ്പോൾ ദൈവം നൽകിയ വാഗ്ദാനം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, സർപ്പം അവന്റെ കുതികാൽ തകർക്കും. The seed of the woman shall bruise the head of the serpent. അതാണ് വാഗ്ദാനം. സ്ത്രീയുടെ സന്തതിയായി മശിഹ വരും. ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് രക്ഷകന് വേണ്ടി. സ്ത്രീയുടെ സന്തതി വരുന്നു, സ്ത്രീയുടെ സന്തതിയായി മശിഹ വരും. പുരുഷന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ല. പുരുഷന്റെ കാര്യം പറയാഞ്ഞത് കൊണ്ടാണ് യെശയ്യാ വിശദീകരിച്ചത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. പുരുഷന്റെ ബന്ധമില്ലാതെ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. മശിഹയെക്കുറിച്ചുള്ള വാഗ്ദാനം ശ്രദ്ധിച്ച ഭാഗം പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ദൈവം വാഗ്ദാനം കൊടുത്തില്ല. ദൈവം മനുഷ്യന് വാഗ്ദാനം കൊടുത്തില്ല. ദൈവം സർപ്പത്തോട് പറഞ്ഞതാണ്. സർപ്പത്തോടുള്ള ശാപമാണ്, അവൻ നിന്റെ തല തകർക്കും. അതാണ് ശാപം. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഒരു യുദ്ധപ്രഖ്യാപനമാണ്, വാഗ്ദത്തമല്ല. മനുഷ്യനെ വഞ്ചിച്ച ഹവ്വ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നു. അപ്പോൾ സർപ്പത്തോട് ദൈവം പറഞ്ഞു, നിന്റെ തല തകർക്കും. നിന്റെ തല തകർക്കാൻ സ്ത്രീയുടെ സന്തതി വരും. ആ കേഴ്സ്, സർപ്പത്തിനോടുത്ത കേഴ്സാണ് നമ്മുടെ വാഗ്ദാനം. നമ്മൾ കാത്തിരിക്കുകയാണ്. സ്ത്രീയുടെ സന്തതി വന്ന് സർപ്പത്തിന്റെ തല തകർക്കണം. പാപമോചനം അവിടെ പറയുന്നില്ല, വീണ്ടെടുപ്പ് അവിടെ പറയുന്നില്ല. അവിടെ പറയുന്നത് വഞ്ചകന്റെ തല തകരും. വഞ്ചകനെ ചവിട്ടി മെതിച്ചവന്റെ തല തകർക്കും. അപ്പോൾ അവൻ സ്ത്രീയുടെ സന്തതിയുടെ കാല് മുറിക്കും. സ്ത്രീയുടെ സന്തതി, വാഗ്ദത്ത സന്തതി, കാലിൽ മുറിവേറ്റ് മുറിഞ്ഞ കാലുകൊണ്ടാണ് അവൻ സർപ്പത്തിന്റെ തലയെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. ഇതാണ് വാഗ്ദാനം. ഇത് ആദാമിന് മനസ്സിലായി. ആദാം ഉടനെ
തൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് അവൾക്ക് ഒരു പുതിയ പേര് കൊടുത്തു. അതുവരെ രണ്ടുപേർ കൂടെ ഒറ്റ പേരേ ഉള്ളൂ. ആണ് പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. അവർക്ക് ആദാം എന്ന് പേരിട്ടു. രണ്ടുപേർ കൂടെ ഒറ്റ പേര്. ആദാമ എന്ന് വിളിച്ചാൽ രണ്ടുപേരും കൂടെ വരും, മിസ്റ്റർ ആൻഡ് മിസസ് ആഡം. എന്നാൽ വാഗ്ദാനം കിട്ടി, സ്ത്രീയുടെ സന്തതിയുടെ വാഗ്ദാനം കിട്ടിയപ്പോൾ പുരുഷൻ തന്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് അവൾക്ക് ഒരു പേരിട്ടു. ആ പേര് ഹവ്വ. ആ പേരിന്റെ അർത്ഥം മദർ ഓഫ് ലൈഫ്, ജീവന്റെ അമ്മ. ജീവദായകൻ വരുന്നു, ജീവൻ തരാൻ പോകുന്ന ആ ജീവന്റെ അമ്മയെ നീക്കുന്ന പ്രസവിക്കാത്ത സ്ത്രീയെ നോക്കിക്കൊണ്ട് ആദാം വിളിക്കുകയാണ് അമ്മ. അമ്മേ. ആരുടെ അമ്മ? ജീവന്റെ അമ്മ. ഏത് ജീവൻ? പാപത്തിൽ വീണുപോയ മനുഷ്യന് നഷ്ടപ്പെട്ട ആത്മീയ ജീവൻ മടക്കിത്തരാൻ വരുന്ന ജീവദായകന്റെ അമ്മയാണിത്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? ഹല്ലേലൂയ. ശത്രുവായ പിശാചുമായിട്ടുള്ള യുദ്ധമാണ് ബൈബിളിന്റെ ആദ്യ ഭാഗത്ത് കാണുന്ന യുദ്ധപ്രഖ്യാപനമാണ്. തല തകർക്കുമെന്നുള്ള യുദ്ധപ്രഖ്യാപനമാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തുവിന്റെ കാല് മുറിഞ്ഞപ്പോൾ മുറിഞ്ഞ കാലുകൊണ്ട് അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി ദുഷ്ടപിശാചിന്റെ തലയെ ചവിട്ടി മെതിച്ച് തകർത്ത് യേശു ജയമെടുത്തു. ദാവരദാസൻ പ്രതാപ് സിംഗ് സഭയെക്കുറിച്ചുള്ള പ്രവചനം പറഞ്ഞു. എയർപോർട്ടിൽ കിടന്ന് ഓടുകയാണ്, റൺവേയിൽ കൂടെ ഓടുകയാണ്, അനേക വർഷങ്ങളായി ഓടുകയാണ്. ഞാൻ വ്യക്തിപരമായി പറയുകയാണ്, ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും വിവേചിച്ചുകൊണ്ട് പറയുകയാണ്, നീ റൺവേയിൽ കൂടെ ഓടാൻ തുടങ്ങിയിട്ട് വളരെ നാളുകളായി. ഇനി പൊങ്ങാനുള്ള സമയമാണ്. ടേക്ക് ഓഫിന്റെ സമയമാണ്. ദൈവം നിനക്ക് ടേക്ക് ഓഫിന്റെ സമയം തരികയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തീർക്കുമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സാത്താന്റെ തലയെ ചവിട്ടി മെതിക്കുമെന്നാണ് അർത്ഥം. എന്നാൽ റോമാലേഖനം 16-ാം അധ്യായത്തിൽ പൗലോസ് എഴുതി, സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. മശിഹ കാൽവറിയിൽ ചവിട്ടി മെതിച്ചവനെ നിന്റെ കാലിന്റെ കീഴിലിട്ട് നീ ചവിട്ടി മെതിക്കും. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴിട്ട് ചതച്ചു കളയും. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾ ജയം കിട്ടാതെ ഇരുന്ന് പരാജയപ്പെട്ട് തലകുനിച്ച് നീ നടന്നെങ്കിൽ ഇന്ന് രാത്രി നിന്നുള്ള ദൂത് പറയുന്നു, നീ ജയത്തിന്റെ കൊടി ഉയർത്തുന്ന വർഷമാണ്. അബ്രഹാമിന്റെ സന്തതി, അതാണ് രണ്ടാമത്തെ വാഗ്ദാനം. സ്ത്രീയുടെ സന്തതി മുഴുവൻ ലോകത്തിനും വേണ്ടിയുള്ള ഒരു വാഗ്ദാനമാണ്. ഏത് സ്ത്രീയിൽ കൂടെയും വരാം. എന്നാൽ ദൈവം ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തു. ജാതികളുടെ കൽദേ പട്ടണമായി ഊരിലെ ഉരിയാടാത്ത ദൈവങ്ങളെ സേവിച്ചു കൊണ്ടിരുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ഞാൻ നിന്നെ കാണിപ്പാനിക്ക ദേശത്തേക്ക് പോകാം. അറിയപ്പെടാത്തൊരു സ്ഥലത്തേക്ക്, അറിഞ്ഞിട്ടില്ലാത്തൊരിടത്തേക്ക് വിളിച്ചിറക്കുകയാണ്. വിശ്വാസത്തിന്റെ എടുത്തുചാട്ടമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കണമെങ്കിൽ എടുത്തു ചാടാൻ നിനക്ക് തയ്യാറുണ്ടായിരിക്കണം. അജ്ഞാതമായ കാര്യങ്ങളിലേക്ക് ദൈവം വിളിച്ചിറക്കുമ്പോൾ ആശങ്കപ്പെട്ടു നിൽക്കാതെ മുമ്പോട്ട് എടുത്തു ചാടാൻ തയ്യാറുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ പേര് വലുതാക്കും, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി 12-ാം വാക്യത്തിൽ 7 അനുഗ്രഹങ്ങൾ അബ്രഹാമിന് കൊടുക്കുകയാണ്. അതിനകത്തെ അവസാന അനുഗ്രഹമാണ്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. മത്തായി തെളിയിക്കുകയാണ്, അവൻ അബ്രഹാമിന്റെ പുത്രനാണ്. ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ മോറിയ മലയിൽ വെച്ച് ദൈവം അവനോട് പറയുന്നു, നിന്റെ സന്തതി, സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന ഏകനെ കുറിച്ച് അത്രേ പറഞ്ഞതെന്ന് പൗലോസ് അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദാനം അബ്രഹാമിന് കൊടുത്തു. ആർക്ക് കൊടുത്തു? ശ്രദ്ധിച്ചു കേൾക്കുക. ആർക്കാണ് കൊടുത്തത്? 99 വയസ്സായിട്ടും ഒരു
മകരില്ലാത്ത മക്കളില്ലാത്ത ഒരു മനുഷ്യനോടാണ് പറയുന്നത്. 75-ാമത്തെ വയസ്സിൽ അവന് മക്കളില്ലെന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കുമ്പോൾ അവനോടാണ് പറയുന്നത്, നീ ഇറങ്ങി വാ, കൂടാരത്തിന്റെ വെളിയിലോട്ട് വാ, മുകളിലോട്ടൊന്ന് നോക്കിക്കേ, ആ കാണുന്ന നക്ഷത്രങ്ങൾ നിനക്ക് എണ്ണാൻ കഴിയുമോ? അതുപോലെ നിന്റെ സന്തതിയെ ഞാനാക്കും. വയസ്സ് ഒരുപാട് കഴിഞ്ഞു പോയി, മക്കളുണ്ടാകത്തില്ല, സാറയ്ക്കും മക്കളുണ്ടാകത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദാനം നിന്റെ ബലഹീനതകളെ മാറ്റിത്തരും. ദൈവത്തിൻ്റെ വാഗ്ദാനം നിന്റെ അസാധ്യതകളെ സാധ്യമാക്കി തരും. എപ്പോഴാണ് ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുത്തുന്നത് ഞാൻ പറയാം. നിന്റെ ജീവിതത്തിൻ്റെ ഡെഡ് എൻഡിൽ, വഴിയുടെ ഏറ്റവും അവസാനിച്ച് ഇനി ഒരു ചുവട് വെക്കാൻ വഴിയില്ലെന്ന് നീ പറയുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടാൻ പോകുക. എല്ലാ ആശയും അസ്തമിച്ചു എന്ന് നീ പറയുമ്പോൾ ദൈവത്തിൻ്റെ വഴി നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഒന്നുമില്ലാത്തവനോട് പറയുകയാണ്, മക്കളില്ലാത്തവനോട് പറയുകയാണ്, നിനക്ക് ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണാമോ? എണ്ണാമെങ്കിൽ എണ്ണുക, ഇതുപോലെ നിന്റെ സന്തതിയെ ഞാനാക്കി തരും. വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടാ. ശരീരത്തിലോട്ട് നോക്കിയാൽ ശരീരം ബലഹീനമാണ്, നടക്കത്തില്ല. ആരോഗ്യശാസ്ത്രം അനുസരിച്ചോ മെഡിക്കൽ സയൻസ് അനുസരിച്ചോ ഇംപോസിബിൾ. പക്ഷെ വിശ്വാസത്താൽ നീ കാണണം, ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറുന്നത് നീ കാണണം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ദൈവം നിറവേറ്റാൻ പോകുന്നു നീ കാണണം. അസാധ്യമായ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് ഇത് കഴിയത്തില്ല നമ്മൾ നിരാശപ്പെട്ട് നീ കഴിയരുത്. നീ വിശ്വാസത്താൽ നോക്കിക്കൊണ്ട് പറയണം, ഇതുപോലെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ ദൈവം വേർതിരിച്ചു തരും. എൻ്റെ സഭ നിറച്ച ആത്മാക്കളെ ദൈവം നൽകി തരും. ഞാൻ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരും. ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് അത്ഭുത സൗഖ്യം ദൈവം നൽകും. ഞാൻ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതം ദൈവം വെളിപ്പെടുത്തും. കൈ ഉയർത്തി അവകാശം പറയുന്ന ദേശങ്ങളിൽ ദൈവത്തിന്റെ ഉണർവ് ദൈവം അയക്കും. മൂന്നാമത്തെ വാഗ്ദാനം ദാവീദിനാണ്. ദാവീദിന്റെ സന്തതി, സ്ത്രീയുടെ സന്തതി, അബ്രഹാമിന്റെ സന്തതി, ദാവീദിന്റെ സന്തതി. സിംഹാസനത്തിലിരിക്കുവാൻ ദാവീദിനോടൊരു സന്തതിയെ ദൈവം വാഗ്ദാനം ചെയ്തു. ദാവീദ് പുത്രൻ, അതായിരുന്നു യഹൂദന്മാർ കാത്തിരുന്ന മശിഹ. അതവന്റെ ടൈറ്റിലായിരുന്നു. 17 പ്രാവശ്യം പുതിയ വാക്യങ്ങളിൽ ദാവീദ് പുത്രൻ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ദാവീദ് പുത്രൻ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. വഴിയിലിരുന്ന ഭിക്ഷക്കാരനായി കുരുടം വിളിക്കുകയാണ്. അവർക്കെല്ലാം അറിയാം ദാവീദ് പുത്രൻ വരുമ്പോൾ വിടുതലുണ്ട്, ദാവീദ് പുത്രനാണ് മശിഹ, ദാവീദ് പുത്രൻ വരുമ്പോൾ അത്ഭുതം നടക്കും. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യം ഞാൻ പറയാം. വിടുതലിന് വേണ്ടി വന്നൊരു സ്ത്രീ, പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകൾക്ക് ദീനം കൂടി കിടക്കുന്നു, ICUയിലാണ്, ലൈഫ് സപ്പോർട്ടിൽ കിടക്കുകയാണ്, ഏത് നിമിഷം മരിച്ചു പോകാം. യേശുവിനെ വന്ന് വിളിച്ചു. യേശു വളരെ പെട്ടെന്ന് തിടുക്കത്തിലെ പ്രമാണിയുടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ പുറകെ വന്നിരിക്കുന്ന ആ സ്ത്രീ ആരാണ്? 12 സംവത്സരമായി രക്തസ്രവമുള്ള സ്ത്രീ. അവളുടെ പേരെഴുതിയിട്ടില്ല സുവിശേഷത്തിൽ, എന്നാൽ പ്രമാണിയുടെ പേരെഴുതി. അന്നും അങ്ങനെ പ്രമാണിയുടെ പേര് പുറത്തു വരും, യായിറോസ്. എന്നാൽ ഈ സ്ത്രീയുടെ പേരെഴുതിയിട്ടില്ല. ഈ സ്ത്രീയെ നമ്മളെല്ലാവരും അറിയുന്ന രക്തസ്രവക്കാരി സ്ത്രീ എന്ന. അതവളുടെ പ്രശ്നത്തിൻ്റെ പേരാണ്, അവളുടെ പേരല്ല. രക്തസ്രവക്കാരി എന്ന് പറഞ്ഞാൽ അവളുടെ ഐഡന്റിറ്റി പോയി. അവളുടെ പേര് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. 12 കൊല്ലമായി അവൾ ഏറിയോന്ന് സഹിച്ചു. വൈദ്യന്മാരുടെ അടുക്കൽ മുതലെല്ലാം കൊടുത്തു. അവൾക്ക് ആരോഗ്യം മാത്രമല്ല നഷ്ടപ്പെട്ടത്, അവളുടെ പണവും പോയി, അവളുടെ ഐഡന്റിറ്റി പോയി. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് രക്തസ്രവക്കാരി അശുദ്ധയായതുകൊണ്ട് അവളെ ആർക്കും തൊടാനൊക്കത്തില്ല, അടുത്താർക്കും വരാനൊക്കത്തില്ല. അവൾ ഉപയോഗിക്കുന്ന കിടക്കയിൽ ആർക്കും ഇരിക്കാനൊക്കത്തില്ല, അവളിരുന്ന ഇരിപ്പിടത്തിൽ ആരെങ്കിലും ഇരിക്കാനൊക്കത്തില്ല. ഇരുന്നാൽ അവർ അശുദ്ധരായി തീരും. ആളുകളെല്ലാം മാറി, അവളുടെ എല്ലാ ജീവിതവും പോയി, കുടുംബജീവിതവും പോയി, സകലവും തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ. 12 കൊല്ലമായി ബ്ലഡ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇവൾക്ക് അസുഖം തുടങ്ങിയ സമയത്താണ് യായിറോസിന്റെ വീട്ടിൽ ഈ യായിറോസിന്റെ മകള് ജനിച്ചത്. അവക്കിപ്പോൾ 12 വയസ്സ്. ഇവളിപ്പോൾ 12 വർഷമായിട്ട് രോഗി.
യേശു പോകുന്നത് യായിറോസിൻ്റെ വീട്ടിലൊക്കെ, പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക്. സാധാരണ യേശു അസുഖമായി കിടക്കുന്ന ആളുടെ അടുക്കൽ അങ്ങോട്ട് ചെന്നാണ് അവരെ സൗഖ്യമാക്കുന്നത്. കൂനിയായ സ്ത്രീയെ എഴുന്നേൽപ്പിച്ച് നിർത്തി, കൈവരേണ്ട മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നിർത്തി യേശു അങ്ങോട്ട് ചെന്നു. ആ ബെത്സയിദ കുളക്കടവിൽ കിടക്കുന്ന മനുഷ്യനോട് അങ്ങോട്ട് ഇന്ന് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അങ്ങോട്ടാ ചെല്ലുന്നത്. ഈ സ്ത്രീയുടെ അടുക്കലേക്ക് യേശു വന്നില്ല, അവൾ യേശുവിൻ്റെ പുറകെ ചെല്ലുക. ഇന്ന് ആവശ്യബോധം നിന്റെ അകത്തുണ്ടെങ്കിൽ പുറകെ ചെന്ന് നിനക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയും. അവൾ തീരുമാനിച്ചു. എന്തായിരുന്നു? അവൾ ആരോട് പറഞ്ഞു? കൂട്ടുകാരുണ്ടോ? ഇല്ല. ബൈബിൾ പറയുന്നു അവൾ തന്നോട് തന്നെ പറഞ്ഞു, തന്നെത്താൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ ഇവിടുന്ന് എഴുന്നേക്കും, യേശുവിന്റെ പുറകെ ചെല്ലും, അവന്റെ വസ്ത്രത്തെ ഞാൻ തൊടും, തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. തന്നെത്താൻ പറഞ്ഞുകൊണ്ട് നടക്കുക. ആരോട് പറയാന്? വേറെ ആരോടും പറയാനൊക്കത്തില്ല. ആരും കൂട്ടുകാരില്ല, എല്ലാവരും അശുദ്ധിയായിട്ട് ഇട്ടേച്ച് പോയേക്കുക. 12 കൊല്ലമായിട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവളൊരു ഡിസിഷൻ എടുത്തു. ഇതെങ്ങനെ? DVD കേട്ടെടുത്തതാണോ? പ്രസംഗം കേട്ടെടുത്തതാണോ? ഏതെങ്കിലും ഉണർവ് യോഗത്തിൽ പോയി ഇവൾ പഠിച്ചതാണോ? വിശ്വാസം എവിടെ നിന്ന് കിട്ടി എന്നറിയത്തില്ല. അവളുടെ അകത്ത് ഏതായാലും വിശ്വാസമുണ്ടായി. അവൾ തീരുമാനിച്ചു, ചെന്ന് തൊട്ടാൽ എനിക്ക് വിടുതൽ. എൻ്റെ പേരാരും അറിയണ്ട, എന്നെ ആരും അറിയണ്ട, ഞാൻ യേശുവിനടുത്ത് നിന്ന് സംസാരിക്കാനേ പോകുന്നില്ല, എനിക്ക് അസുഖമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പോകുന്നില്ല. പതുക്കെ ആരും അറിയാതെ എന്ന വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. ഇന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നിന്റെ അകത്ത് നീ തീരുമാനിച്ചു, ദൈവസനയിൽ ചെന്നാൽ എനിക്കിന്ന് വിടുതലുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, സ്വർഗം അത് കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പന്തലുടെ കീഴിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമുള്ള യേശുക്രിസ്തു, ചെറുപ്പക്കാരനായ യേശുക്രിസ്തു 30 വയസ്സിൽ 33 വയസ്സിന് 32 വയസ്സുള്ള സമയത്ത് വളരെ സ്പീഡിൽ അത്യാസനയായി മരിക്കാൻ കിടക്കുന്ന ആ യായിറോസിന്റെ മകളുടെ അടുക്കലേക്ക് നടന്നു പോകുമ്പോൾ എത്ര വേഗതയിലാണ് പോകുന്നത്, എത്ര ഉന്മേഷത്തിലാണ് പോകുന്നത്, എത്ര ഉത്സാഹത്തിലാണ് പോകുന്നത്, എത്ര സ്പീഡിലാണ് പോകുന്നത്. ഇവള് 12 കൊല്ലമായിട്ട് ബ്ലഡ് നഷ്ടപ്പെട്ട് ശരീരം ബലഹീനമായി രോഗിയായി, ആളുകൾ തിരിച്ചറിയാൻ പാടില്ല. അവളെ തിരിച്ചറിഞ്ഞാൽ ആൾക്കൂട്ടത്തിൽ ഓടിച്ചു വിടും. അതുകൊണ്ട് പേടിച്ചാണ് ചെല്ലുന്നത്. യേശു മുമ്പോട്ട് സ്പീഡ് നടക്കുന്നു, ഇവള് പുറകെ ചെല്ലുന്ന എങ്ങനെ? വസ്ത്രത്തിന് തൊങ്ങലെ തൊടണം. തൊങ്ങൽ എവിടെ? അങ്കിയുടെ താഴത്തെ അറ്റം. അവിടെ തൊടണമെങ്കിൽ മുട്ട നീന്തി ചെല്ലാനൊക്കത്തുള്ളൂ. നടന്നു പോകുന്ന യേശുവിൻ്റെ അടുത്ത് ഒപ്പം ചെല്ലാൻ ഇവൾക്ക് ഒക്കുമോ? ചെറുപ്പക്കാരനായ യേശു വേഗതയിൽ നടന്നു പോകും, ഇവൾക്ക് ചെല്ലാൻ ഒക്കുമോ? ഇവൾ നീന്തി വരുമ്പോഴത്തേക്ക് പുരുഷാരനിമിത്തം ചെല്ലാൻ ഒക്കുമോ? അകത്തെ വിശ്വാസം ശക്തിയായിട്ടുണ്ടെങ്കിൽ പ്രതികൂലങ്ങൾ അവൾ കാണത്തില്ല, ദൂരം അവൾ കാണത്തില്ല. യേശുവിൻ്റെ ഒപ്പം അവൾ എത്തി. അവൾ അവിടേക്ക് നീന്തി ചെന്നു. എന്തെല്ലാം പ്രതികൂലമുണ്ടെങ്കിലും ഇന്ന് രാത്രി നിന്റെ ഹൃദയം കൊണ്ട് യേശുവിൻ്റെ ഒപ്പം എത്താൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിനക്ക് ഇന്ന് രാത്രി വിടുതലുണ്ട്, ഇന്ന് രാത്രി അത്ഭുതമുണ്ട്. ഇന്ന് രാത്രി നീ വന്നത് എന്തിനാണോ അത് സാധിച്ചിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പുത്തൻ അഭിഷേകം നിന്റെ മേൽ ദൈവം പകരുവാൻ പോകും. അതിശക്തമായി നീ കത്തി ജ്വലിക്കേണ്ടതിന് ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അവളൊപ്പം എത്തിയിട്ട് യേശുവിനെ തൊട്ടോ? യേശുവിനെ തൊട്ടോ? യേശുവിനെ തൊട്ടില്ല. യേശുവിൻ്റെ ഉടുപ്പെ തൊട്ടു. യേശുവിനെ തൊട്ടില്ല, യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു. യേശുവിനെ തൊട്ടിരുന്ന യേശുവിൻ്റെ വസ്ത്രത്തിൽ അവൾ തൊട്ടു. പക്ഷേ വിശ്വാസം അത്രയും ശക്തമായിരുന്നുകൊണ്ട് യേശു പറഞ്ഞു, ശക്തിയെങ്കിൽ നിന്ന് പുറപ്പെട്ടു, ശക്തിയെങ്കിൽ നിന്ന് പുറപ്പെട്ടു. അവളുടെ നേർക്ക് തിരിഞ്ഞിരിക്കുകയല്ല, അവളുടെ തലയിൽ കൈവച്ചിരിക്കുകയല്ല, പുറകെ ചെന്ന് പാത്തും പതുങ്ങി മുട്ട നീന്തി ചെന്ന് വസ്ത്രത്തിൻ്റെ താഴത്തെ വിളിമ്പിലേക്ക് തൊട്ട ഉടനെ ശക്തി പുറപ്പെട്ടു. തൽക്ഷണം അവൾക്ക് സൗഖ്യമുണ്ടായി. എന്ത് പഴക്കമുണ്ടായത്? രോഗത്തിന് 12 കൊല്ലം പഴക്കമുണ്ടായിരുന്നു. കൂനിയായ സ്ത്രീ അവൾക്ക് സൗഖ്യം കൊടുത്തു. എന്ത് പഴക്കമുണ്ടായിരുന്നു? 18 കൊല്ലം പഴക്കമുണ്ടായിരുന്നു. കുളക്കടവിൽ കിടന്ന മനുഷ്യന് എന്ത് പഴക്കമുണ്ടായിരുന്നു? 38 കൊല്ലം പഴക്കമുണ്ടായിരുന്നു. പഴകി കഴിയുമ്പോൾ ആളുകൾ വിചാരിക്കാൻ തീർന്നു പോയി, ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് ജീവിച്ച് മരിക്കത്തേ ഉള്ളൂ, ഇനി ഒരു വ്യത്യാസമില്ല, 12 കൊല്ലമായില്ലേ, ഇനി എങ്ങനെ ശരിയാകാനാ?
18 കൊല്ലമായില്ലേ, ഇനി എങ്ങനെ കൂന മാറാനാ? 38 കൊല്ലമായില്ലേ, എങ്ങനെ സൗഖ്യം വരാനാ? നീ എഴുതി തള്ളിയിരിക്കുന്ന വിഷയമുണ്ടല്ലോ, നടക്കുകയെന്ന് പറഞ്ഞ് മാറ്റിവെച്ച വിഷയമുണ്ടല്ലോ, അവിടെയാണ് കർത്താവിൻ്റെ അത്ഭുതം വെളിപ്പെടാൻ പോകുന്നത്. അവൻ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയാണ്, അവൻ സൗഖ്യദായകനാണ്, അവൻ വിടുവിപ്പാൻ വന്നവനാണ്. അന്ന് യെരൂശലേമിൽ മാത്രമല്ല, ഇന്ന് രാത്രി ഈ പന്തലിൻ്റെ അകത്തവൻ വന്നിട്ടുണ്ട്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ കൂടി വരുന്ന യോഗത്തിന് നടുക്ക് മാത്രമല്ല അവനുള്ളത്. നീ പെരയ്ക്കകത്ത് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവൻ നിന്റെ അടുക്കലുണ്ട്. നീ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിന്റെ അടുക്കലുണ്ട്. നീ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ നിന്റെ അടുക്കലുണ്ട്. എവിടെയും എപ്പോഴും നിന്റെ കൂടെയുണ്ട്. അതാണ് വാഗ്ദാനം. അതുകൊണ്ട് അവന്റെ പേര് ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. പാപിയായ മനുഷ്യനെ ഏതെന്തോടത്തത് പുറത്തിറക്കിയ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടുണ്ട്. ഇന്ന് രാത്രി നിന്റെ അരികിൽ നിൽപ്പുണ്ട്. നിനക്ക് കൈ നീട്ടി തൊടാൻ കഴിയും. രക്തസ്രവക്കാരിയായ സ്ത്രീ, അവൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചില്ല, അവൾ ആത്മാവിൽ നിറഞ്ഞില്ല, അവളൊന്ന് തൊട്ടതേ ഉള്ളൂ, ഒന്ന് തൊട്ടതേ ഉള്ളൂ. നിന്റെ ഹൃദയം കൊണ്ട് ഇന്നൊന്ന് തൊടാമോ, ഇന്നൊന്ന് സ്പർശിക്കാമോ? അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെടും, ശക്തി പുറപ്പെടും. 12 വയസ്സുകാരി മരിച്ചുപോയി. എന്താ കാര്യം? യേശു എല്ലാം താമസിച്ചു പോയി. പക്ഷേ 12 വർഷമായിട്ട് പ്രശ്നം സഹിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീക്ക് ജീവൻ കിട്ടി. ഒരിടത്ത് ജീവൻ കിട്ടിയപ്പോൾ മറ്റേ സ്ഥലത്ത് മരണമുണ്ടായി. പക്ഷേ അവിടെ യേശു ചെന്ന് അവളെ ഉയർപ്പിച്ചു. നിന്റെ പ്രശ്നം എന്തു തന്നെയാണെങ്കിലും വിടുതൽ യേശുവിൻ്റെ പക്കലുണ്ട്. നിന്റെ പ്രശ്നം എന്തു തന്നെയാണെങ്കിലും ഇന്ന് രാത്രി നിനക്ക് വിടുതലുണ്ട്. ഇന്ന് രാത്രി നിന്നെ സ്പർശിക്കുവാൻ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആണിപ്പാളിലെ കൈ നീട്ടി ഇന്നവൻ നിന്നെ തൊടുവാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് യെശയ്യാവ് പ്രവചിച്ചത് BC 700 ആണ്ടിലാണ്. പ്രസവ സമയമായപ്പോൾ നസ്രേത്തിലാണ് മറിയ. നസ്രേത്തിൽ നിന്ന് 4 ദിവസം യാത്ര ചെയ്താലേ ബേത്ലഹേമിൽ വരത്തുള്ളൂ. നീയോ ബേത്ലഹേം എഫ്രാത്തെ, യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും എൻ്റെ ജനത്തിൻ്റെ അധിപതിയായിരിക്കണം, എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. പ്രവചനം ഇതാ. ഏകദേശം 16 വയസ്സ് പ്രായം കാണും മേരിക്കപ്പോൾ. 16 വയസ്സ് പ്രായമുള്ള ഗർഭിണിയായ ഈ പെൺകുട്ടിയും കൊണ്ട് യോസഫ് ഒരിക്കലും യാത്ര ചെയ്യത്തില്ല. പക്ഷേ പ്രവചനം ബേത്ലഹേമിൽ പിറക്കണം. താമസിക്കുന്നത് നസ്രത്തിൽ, 4 ദിവസത്തെ വഴി അകലത്തിൽ. പ്രവചനം നിറവേറുമോ? യോസഫ് പോകുമോ? മറിയയും കൊണ്ട് പോകാനുള്ള സാഹചര്യമില്ല, പോകാൻ ഒക്കത്തില്ല. കുന്നുകളും മലകളുമാണ്, ദുർഘടമായ മേടുകളാണ്, അതുവഴി പോകയില്ല. പക്ഷേ അന്ന് ലോകം ഭരിച്ചുകൊണ്ടിരുന്ന ഓഗസ്റ്റസ് ചക്രവർത്തിയാണ്. ജൂലിയസ് സീസർ മരിച്ചു കഴിഞ്ഞ് ഒക്ടോവിയൻ ഭരണമേറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയിട്ടു അഗസ്റ്റസ്. അദ്ദേഹമാണ് സീസർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത്. സീസർ ഭരിക്കാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് തോന്നി, ലോകമെങ്ങുമുള്ള ആളുകൾ പേർ വഴി ചാർത്തണം. കൽപ്പനയിട്ടു, റോമിൽ നിന്ന് കൽപ്പനയിട്ടു. റോമൻ സീസർ കൽപ്പനയിട്ടാൽ പ്രജകൾ മുഴുവൻ അനുസരിക്കണം. ഇരുമ്പ് ഭരണമാണ്, പട്ടാളത്തെ കൊണ്ട് ഭരിക്കുകയാണ്, ജീവൻ നഷ്ടപ്പെടും. സെൻസസ് എടുക്കണമെങ്കിൽ ഓരോരുത്തരും അവരവരുടെ പിതൃനഗരത്തിൽ ചെല്ലണം, അവർ ജനിച്ച സ്ഥലത്ത് ചെല്ലണം, അല്ലെങ്കിൽ 2 പ്രാവശ്യം സെൻസസിൽ പേര് വരും. ചക്രവർത്തിയുടെ കൽപ്പനയുള്ളത് കൊണ്ട് യോസഫ് ഈ വയ്യാത്ത മറിയയും കൂട്ടിക്കൊണ്ട് പോവുക. 4 ദിവസത്തെ വഴി ദൂരം ചെന്ന് ബേത്ലഹേമിൽ ചെന്നപ്പോൾ അവൾ പ്രസവിച്ചു. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാഞ്ഞോണ്ട് പശുത്തൊട്ടിയിൽ കിടത്തി. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവം പറഞ്ഞ ഒരു പ്രവചനം നിറവേറുവാൻ
ദൈവം പറഞ്ഞൊരു ദൂത് നിറവേറുവാൻ സാഹചര്യങ്ങളില്ല എങ്കിലും, എല്ലാം പ്രതികൂലമാണെങ്കിലും, ലോകം ഭരിക്കുന്ന ചക്രവർത്തിയുടെ മനസ്സ് പിടിച്ച് തിരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നവനാണ് ദൈവം. അവൻ പറയുന്ന ഒരു വാഗ്ദാനവും വേസ്റ്റായി പോകത്തില്ല. ദൈവം നിനക്ക് ഏതെങ്കിലും ദൂത് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് ഏതെങ്കിലും വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് ഏതെങ്കിലും പ്രോമിസ് തന്നിട്ടുണ്ട് എങ്കിൽ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അത് നിറവേറാനുള്ള ഒരു സാഹചര്യവും കാണുന്നില്ല എങ്കിലും ദൈവം സാഹചര്യങ്ങളെ പിടിച്ച് തിരിച്ച് അതിനെ നിറവേറ്റിയിരിക്കും. ദൈവം നിന്നോട് പറഞ്ഞ ഒരു പ്രോമിസും വേസ്റ്റായി പോകത്തില്ല. ദൈവം നിന്നോട് പറഞ്ഞ ഒരു വാഗ്ദാനവും വൃഥാവായി പോകത്തില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമുള്ളവർ കൈകഴിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതാ ദൈവത്തിന്റെ ദൂത്, ഈ വർഷം നിനക്ക് ജയത്തിന്റെ വർഷമാണ്. യഹോവ നിസ്സേ, അവൻ എൻ്റെ ജയക്കൊടി. നിന്റെ വീടിന്റെ മുകളില് ജയത്തിന്റെ കൊടി ഉയർത്തുന്ന വർഷമാണിത്. നീ തലയും കുടിച്ച് നടന്നതും മതി, നീ തോറ്റവനെ പോലെ നടന്നതും മതി, നീ പരാതിപ്പെട്ട് നടന്നതും മതി. അതിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ദൈവം നിന്റെ തലയെ ഉയർത്തുന്നു. ദൈവം നിന്റെ കയ്യിൽ ജയത്തിൻ്റെ കൊടി തന്നിരിക്കുന്നു. ഇന്ന് രാത്രി ജയത്തിൻ്റെ കൊടിയും കൊണ്ടേ ഇവിടുന്ന് പോകാവുള്ളൂ. ഇന്ന് രാത്രി നീ ജയാളിയായേ പോകാവുള്ളൂ. നിന്റെ മനസ്സിൽ നീ തോൽവി ഏറ്റെടുക്കല്ല, നിന്റെ മനസ്സിൽ നീ താഴ്ച ഏറ്റെടുക്കല്ല. നിന്റെ മനസ്സിൽ കർത്താവ് നിനക്ക് ജയം തന്നിരിക്കുന്നു എന്നത് ഓർത്തുകൊള്ളുക. വിശ്വാസത്താൽ ജയക്കൊടി ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവന്റെ വിടുതൽ പുറപ്പെട്ടിരിക്കുന്നു, അവന്റെ അത്ഭുതം പുറപ്പെട്ടിരിക്കുന്നു, അവന്റെ രോഗശാന്തി പുറപ്പെട്ടിരിക്കുന്നു. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി നിന്റെ മനുഷ്യരീരത്തിൽ അയച്ച് നിന്റെ നാടി ഞരമ്പുകളിൽ, അസ്ഥി പഞ്ചരങ്ങളിൽ, മാംസപേശികളിൽ, ആന്തരിക അവയവങ്ങളിൽ പോരാടി നിൽക്കുന്ന സകല രോഗബന്ധനങ്ങളെ തകർത്ത് അത്ഭുത സൗഖ്യം എന്ന് രാത്രി അവൻ കൽപ്പിക്കുന്നു. എന്ന് രാത്രി രോഗശാന്തിയുടെ കൃപ ഈ പന്തലിന്റെ കീഴിൽ വ്യാപരിക്കുന്നു. എന്ന് രാത്രി ദൈവത്തിന്റെ തേജസ്സിന്റെ മഴ ഈ പന്തലിന്റെ കീഴിൽ പെയ്തിറങ്ങുന്നു. എന്ന് രാത്രി നിന്റെ വിടുതൽ ഏറ്റെടുത്തുകൊള്ളുക. എന്ന് രാത്രി നിന്റെ അത്ഭുതം ഏറ്റെടുത്തുകൊള്ളുക. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്ന് രാത്രി ദൈവം നിനക്ക് അയച്ചിരിക്കുന്നു. നിന്റെ അരികിൽ അവൻ നിപ്പുണ്ട്. ആണിപ്പാളില കൈ നീട്ടി നിന്റെ അടുത്ത് അവൻ നിപ്പുണ്ട്. നിന്നെ അവൻ കരനീട്ടി തൊടുന്നു. ഇന്ന് രാത്രി നിന്റെ ബന്ധനങ്ങൾ അഴിയുന്നു. ഇന്ന് രാത്രി നിനക്ക് വിരോധമായി ശത്രു കെട്ടിപ്പൊക്കി അടിത്തറകളെ മാന്തി മറിയിക്കുന്നു. നിനക്ക് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവർ ലജ്ജിച്ച് പോകത്തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുതം ഈ രാത്രി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. ശത്രുവിൻ്റെ തലയെ തകർക്കുന്നവൻ ശത്രുവിനെ ചവിട്ടി മെതിക്ക് ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, നിന്റെ കാൽക്കീഴെ ശത്രുവിനെ ചതച്ചു കൊള്ളുക. നിനക്ക് വിരോധമായി പോരാടുന്ന സകല ശക്തികളുടെ മേലും ഇന്ന് രാത്രി നീ ജയം എടുത്തുകൊള്ളുക. നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, നിന്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, നിന്റെ ചങ്ങലുകൾ തകർന്നു പോകട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അഭിഷേകം നിന്റെ മുഖത്തെ തകർക്കുന്നു. അഭിഷേകം നിന്റെ ബന്ധനങ്ങളെ തകർക്കുന്നു. ഇന്ന് രാത്രി നീ വിടുതലെടുത്ത് ഇവിടുന്ന് പോകാവുള്ളൂ. ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി നീട്ടുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ കൊടികൾ ഉയർത്തി യേശുവിനെ ഹോശന്ന വിളിക്കുന്നു. ദൈവം നിന്റെ സഭയെ പ്രാർത്ഥനാ ഗോപുരമാക്കി മാറ്റുന്നു. ദൈവം നിന്റെ വീടിനെ പ്രാർത്ഥനാ ഗോപുരമാക്കി മാറ്റുന്നു. നിന്റെ വീട്ടിൽ അനേകർ വന്ന് വിടുതൽ പ്രാപിക്കുന്നു. നിന്നെ ദൈവം അത്ഭുതത്തിന്റെ ഉപകരണമാക്കി മാറ്റുന്നു. ഈ തലമുറയിൽ ഒരഗ്നി കഷണമാക്കി ദൈവം നിന്നെ തീർക്കുന്നു. നിന്നെ മാത്രമല്ല നിന്റെ കുഞ്ഞുങ്ങളെ അത്ഭുതകരമായി അവൻ ഉപയോഗിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിന്നെ നിനക്കുള്ള സകലത്തെയും വലയം ചെയ്യുന്നു. ദുഷ്ടന്റെ എല്ലാ തീയമ്പുകളും ഇന്ന് രാത്രി കെട്ടുപോകട്ടെ. അവന്റെ എല്ലാ അഗ്നിജ്വാലകളെ ഇന്ന് രാത്രി ചവിട്ടി മെതിക്കുക. നീ ജയത്തിന്റെ കൊടി ഉയർത്തുക. നീ ജയത്തിന്റെ ആരവം ഉയർത്തുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ അത്ഭുതം നിനക്ക് വേണ്ടി വെളിപ്പെടുന്നു. We praise you, Lord. We thank you, Lord. We worship you, Lord. ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് പിതാവേ, ഇന്ന് രാത്രി ആഗ്രഹത്തോട് ആവശ്യബോധത്തോട് വന്നിരിക്കുന്ന അവിടുത്തെ ജനത്തെ അവിടുന്ന് കാണുന്നല്ലോ. എന്താവശ്യവുമായി അവിടുത്തെ സന്നിധിയിൽ ഇന്ന് രാത്രി അവർ വന്നിരിക്കുന്നു.
ശക്തി നിങ്ങൾ നിന്ന് പുറപ്പെടട്ടെ. ശക്തി നിങ്ങൾ നിന്ന് പുറപ്പെടട്ടെ. ശക്തി പുറപ്പെട്ട് ജീവിതങ്ങൾക്ക് ഇന്ന് രാത്രി വിടുതലുണ്ടാകട്ടെ. ഇന്ന് രാത്രി അവർ ജയാളികളായി തീരുവാൻ ഇടയാക്കണമേ. IPC സഭയെ അവിടുന്ന് 2013 അതിശക്തമായി ഉപയോഗിക്കാൻ പോകുന്നു അവിടുന്ന് ദാസനിൽ കൂടെ കേൾപ്പിച്ചല്ലോ. കർത്താവെ, ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അവിടുത്തെ ശുദ്ധീകരണത്തിൻ്റെ ആ വലിയ ചാട്ടവാറുകൾ കർത്താവെ അവിടുത്തെ സഭയിൽ വെളിപ്പെട്ടിട്ട് വ്യക്തികൾ, കുടുംബങ്ങൾ, സഭകൾ എല്ലാവരും ശുദ്ധീകരിക്കപ്പെടുവാൻ, എല്ലാവരും വിടുതൽ പ്രാപിപ്പാൻ, എല്ലാവരും മുഴങ്കാലിരുന്ന് കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്ന ദിവസങ്ങളാക്കി തീർക്കണമേ. ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.